വീണ്ടും യോഗി ആദിത്യനാഥിന്റെ ആക്രോശമാണ് ഈ രാജ്യം കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം യോഗി പറയാണ്, ബാബരി മസ്ജിദ് ഈ നൂറ്റാണ്ടിലെന്നല്ല, ഈ ലോകം അവസാനിക്കും വരെ പോലും നിങ്ങൾ സ്വപ്നം കാണണ്ട, പുനർനിർമ്മിക്കപ്പെടുമെന്ന്. അതൊരു സ്വപ്നമായി അവശേഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണ് എന്ന് യോഗി പറയുന്നതോടുകൂടി BJPയുടെ നയം വീണ്ടും വീണ്ടും ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നു നിന്ന് 10,000-ങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. എന്നിട്ട് പറയാ, 2017 ശേഷമാണ് ഉത്തർപ്രദേശിലെ, ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ കലാപങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടതെന്ന്. അതിനു മുമ്പ് നടന്ന ഗുജറാത്ത് കലാപങ്ങളെ, വർഗീയ ഹത്യകളെ മുഴുവനും കാറ്റിൽ പറന്ന് കൃത്യമായി മറക്കാനുള്ള ആഹ്വാനം കൂടിയാണ് യോഗി പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ചരിത്രത്തെ മാറ്റിമറിക്കുന്നവർ ചരിത്രത്തെ പുതിയതായി സൃഷ്ടിച്ച് അത് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പോലും പുതുചരിത്രം പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും പോലെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ സൈബർ, ഓൺലൈൻ, സോഷ്യൽ മീഡിയ, മുഖ്യധാര മാധ്യമങ്ങൾ, ആ ഇടങ്ങൾ മുഴുവനും അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടാതെ യോഗി പറയാണ്, BJP കൃത്യമായി നിയമം പാലിക്കുന്നവരെ പൊന്നുപോലെ നോക്കും, അല്ലാത്തവർ നരകത്തിലേക്ക് പോകും. ഏത് നരകമാണ്? BJP ആഹ്വാനം ചെയ്യുന്ന നരകം. ഈ നാട്ടിൽ മതേതരത്വത്തെ പിന്തുണയ്ക്കുന്നവർക്ക്, ഈ നാട്ടിൽ കൃത്യമായിട്ടുള്ള അനീതികൾക്കെതിരെ ശക്തമായി എതിർക്കുന്നവരെയൊക്കെ നരകത്തിലേക്ക് പോകും. അതാണല്ലോ BJPയുടെ നിയമം. ഈ നാടിൻ്റെ ദേശീയ സുരക്ഷയല്ല, ഈ നാടിൽ ലിഖിതമായി വെച്ചിരിക്കുന്ന നിയമങ്ങളെയല്ല, BJP പുതുതായി ഉണ്ടാക്കുന്ന, പുതിയതായി വർഗീയതയ്ക്ക് വേണ്ടി മെനഞ്ഞെടുക്കുന്ന ആ നിയമങ്ങളെ ആര് കാറ്റിൽ പറത്തുന്നുവോ, ആ നിയമലംഘനങ്ങൾക്കെതിരെ ആരെല്ലാം മുമ്പോട്ട് വരുന്നോ അവർ നരകത്തിലേക്ക് പോകേണ്ടി വരും. അവർക്ക് ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശമോ അവസരമോ ഉണ്ടാക്കുകയില്ല എന്ന്. ഒരു പള്ളി പൊളിച്ചതിൻ്റെ പേർ ബാബരി മസ്ജിദിനെ ഇനി ഈ കാലഘട്ടത്തിൽ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ BJP നേതൃത്വം പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടി പറയുന്ന വർഗീയതയുടെ എക്സ്ട്രീം ലെവൽ പീക്കിലേക്കാണ് യോഗി ഇന്ത്യയുടെ ശ്രദ്ധയെ കഴിഞ്ഞ ദിവസം ബരാബങ്കിയിൽ ക്ഷണിച്ചത് എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, BJP വീണ്ടും വർഗീയത തുപ്പുകയാണ്. ഈ ഇന്ത്യയുടെ മണ്ണിലേക്ക് വർഗീയത തുപ്പുകയാണ്. എന്നിട്ട് അതിനെ എതിരെ സംസാരിക്കുന്നവരെ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി എതിരെ സംസാരിക്കുന്നവർ എന്ന് പറയുകയാണ്. ദേശീയതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ദേശസ്നേഹത്തിനെതിരാണ് എന്ന് പറയുകയാണ്. മതേതരത്വത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ അവർ തീവ്രവാദികളാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അടപടലം കാടടച്ച് വെടിവെച്ച് വർഗീയ മുഖം ഇന്ത്യക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണം കൂടി യോഗിയുടെ നാവിൽ നിന്ന് ഇന്ത്യ കേട്ടു കഴിഞ്ഞ ദിവസം.